സമയം ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഓരോ ട്രിപ്പിംഗ് കൊണ്ടായിട്ടില്ല. ഉറപ്പാണ് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്നലെ കുറച്ച് കുടുങ്ങിപ്പോയി. കാരണം വെച്ചാൽ അത്രയും സമയം കഴിഞ്ഞ ദിവസം നമ്മൾ 3 മണിക്കൂറാണ് എടുത്തതെങ്കിൽ ഇന്നലെ എടുത്തത് ഒത്തിരി അധികം സമയമാണ്. കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് IR വാല്യൂല് കിട്ടൂല. അതേപോലെ തന്നെ ലീക്കേജ് കിലോമീറ്റർ കിട്ടൂല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇത് റൺ ചെയ്യുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്ന ട്രിപ്പിംഗ് ആണ്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ക്ഷീണിതരായിട്ട് ഇരിപ്പുണ്ട്. രാവിലെ വരെ തുടങ്ങിയതാണ്. ഇന്നലെ നമ്മൾ എത്ര മണിക്കൂർ മാനേജ് കൊടുത്തത്? 2 മണിക്കൂറോ 3 മണിക്കൂറോ പണി തീർക്കാൻ? 3 മണിക്കൂർ കൊണ്ട് പണി തീർന്ന് വീട്ടിൽ പോയി. ഇന്ന് അതെ ഇങ്ങോട്ട് നോക്കിയേ, മണി 6:10, 10 മണിക്ക് കയറിയതാ. 8 മണിക്കൂറായിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ പ്രിയമുള്ള കൂട്ടുകാർക്കും ഇൻസ്റ്റ ക്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ഒരു പ്രത്യേക കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ ഒരു കൊല്ലക്കാലം മുമ്പ് നമ്മൾ RCBയുടെ ട്രിപ്പിംഗ് ഇഷ്യൂസ് മാറ്റി കൊടുത്തിട്ടുള്ള ഒരു വീടാണ്. അതിനുശേഷം വീണ്ടും ട്രിപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളോട് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ വീടിന്റെ ഓണർ അദ്ദേഹം ഓസ്ട്രേലിയയിലുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കുന്ന ഒരാളുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് റെന്റിന് കൊടുക്കുന്ന ടൈപ്പ് ഒരു വീടാണ്. നിങ്ങൾക്ക് നേരത്തെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ RCB ഒരിക്കലും ബൈപ്പാസ് ചെയ്യരുത് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ബന്ധപ്പെട്ടുള്ള ഒരു സുഹൃത്ത് തന്നെയാണ്. നമ്മുടെ ഒരു ഗ്രൂപ്പിൽ നമ്മളെ വളരെ കാര്യമായിട്ട് സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അദ്ദേഹമാണ് ഇവിടെ വർക്കിൽ വന്നിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞത് ശ്യാമ് കേട്ടാണ്. എന്താണ് പറഞ്ഞത്? ഇത് എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല, അവരെ തന്നെ വിളിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്നോട് അദ്ദേഹം ഓസ്ട്രേലിയയിൽ നിന്ന് അദ്ദേഹം പറഞ്ഞത് ഇവിടുത്തെ RCB ബൈപ്പാസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോ ഇനി ബൈപ്പാസ് ചെയ്യാണ്ട് ഒരു രക്ഷയില്ല എന്നുള്ളൊരു സംഭാഷണം നമ്മുടെ ഓഡിയോക്കിടയിൽ നീ കേട്ടോ. അത് കേട്ടതുകൊണ്ട് നമ്മൾക്ക് അദ്ദേഹത്തെ വിളിച്ച് പറയേണ്ട കാര്യമുണ്ട്. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് ഇന്ന പോലൊരു സംഭവം ഉണ്ട്, അത് ബൈപ്പാസ് ഇടാൻ സാധ്യതയുണ്ടെന്നുള്ളത് അദ്ദേഹത്തെ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഉണ്ണി അത് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പൊ ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇതില് ഇവിടെ ഓണറല്ല താമസിക്കുന്നത്, പല ആൾക്കാരാണ് വന്നു പോയി കാര്യങ്ങളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ RCB ബൈപ്പാസ് ചെയ്ത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ആൾക്കാർക്ക് ഷോക്ക് അടിക്കുക, അവർക്ക് എന്തായാലും കാര്യമായിട്ടുള്ള ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ കളിയൊക്കെ വേറെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഇനി ഞാനൊരു റിസ്ക് ഇതിനകത്ത് ഏറ്റെടുക്കൂല എന്നുള്ളത്. കാരണം ഇവിടുത്തെ വയറിങ്ങിന്റെ കണ്ടീഷൻ നല്ല പോലെ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു RCB ബൈപ്പാസ് ചെയ്തിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇനി ഒരു റിസ്ക്കും ഞാൻ ഈ കാര്യത്തിൽ ഏറ്റെടുക്കൂല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ചെക്ക് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. എന്തായാലും അത് പൂർണ്ണമായിട്ട് ചെക്ക് ചെയ്ത് ഇന്നത്തെ ഒരു ദിവസത്തേക്ക് അവിടുത്തെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് വർക്ക് തന്നിരിക്കാം. ഒന്ന് പറഞ്ഞേച്ചു ഉണ്ടോ? വീട്ടിൽ കട്ട് ചെയ്യണ്ട, അങ്ങനെ തന്നെ പോട്ടെ. ഇവിടുത്തെ DB നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നേരത്തെ. ഇതാണ് DB, നമ്മൾ നേരത്തെ സെറ്റ് ചെയ്തിരുന്ന ഒരു DB ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ. അതിൽ നോക്കിയേ, ഇതിൽ നിലവിൽ RCBയെ ഊരിക്കളഞ്ഞുകൊണ്ട് അതിനെ ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്നു. കണ്ടോ? ഇതാണ് സാഹചര്യം. അപ്പോൾ ചിലരുടെ പരിപാടി ഇതാണ്. കാരണം നമ്മളെ നല്ല കാര്യമായിട്ടൊക്കെ വിമർശിക്കുകയും ചെയ്യും, കാര്യങ്ങളൊക്കെ ചെയ്യും, ടെസ്റ്റ് മാത്രം മതി എന്നൊക്കെ പറയുകയും ചെയ്യും. പക്ഷെ എന്നിട്ട് ചെയ്തു വെക്കുന്ന പരിപാടി ഇത്തരത്തിലുള്ളതായിരിക്കും. പിന്നെ നമുക്ക് അതിൻ്റെ അത് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല, ഇത് റെക്ടിഫൈ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അപ്പോൾ പല വർക്കുകളും ഇവിടെ അഡീഷണൽ ആയിട്ട് നടന്നിട്ടുണ്ട്. നമ്മൾ അന്ന് ചെയ്യുമ്പോൾ ഇവിടെ ഇതേപോലുള്ള കബോർഡ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതേപോലെ ഒത്തിരി അധികം റീപ്പർ കാര്യങ്ങളൊക്കെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അതിന്റെ സൈഡിലേക്ക് ഒന്ന് കൊണ്ടുവന്ന് സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ഇവിടെ അടിയിൽ റീപ്പർ കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്, സ്ക്രൂ അടിച്ച് കയറ്റിട്ടുണ്ട്. ഈ DBയിൽ നിന്ന് താഴത്തേക്ക് വയർ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊന്നും നോക്കാണ്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ എവിടെയെങ്കിലുമൊക്കെ സ്ക്രൂ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ ഇൻവെർട്ടർ സെക്ഷന്റെ വയറിങ് വന്നിട്ടുള്ള വശത്ത് അവിടെയൊക്കെ കൃത്യമായിട്ട് സ്ക്രൂസ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ശ്രദ്ധിക്കാണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്രശ്നം ഫുള്ളായിട്ട് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യാണ്ട് പറ്റില്ല. അപ്പൊ ഞാനിവിടെ IR വാല്യൂ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എത്രയാണ് നിലവിലുള്ള IR വാല്യൂ, ട്രിപ്പിംഗ് ആകാനുള്ള കാരണം എന്താണ്, ഇതൊക്കെ നമുക്ക് നോക്കാം. ഇതിനിടയ്ക്ക് വേറെ കേസ് പറഞ്ഞിരുന്നു, ഇവിടെ ഒരു AC ഇൻസ്റ്റാൾ ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ട്രിപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തെന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഏത് AC ആണ്. ഓക്കെ, ഇവിടെ ഇതാണ് പുതിയ ചെയ്തത് അല്ലെ? അത് ചെയ്തതിന് ശേഷമാണ് പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞത്. ഓക്കെ, ഇത് പറഞ്ഞുകൊണ്ട് ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. കേസ് നമുക്കത് നോക്കാം എവിടെയാണെന്നുള്ളത്. അപ്പൊ IR അടിച്ച് നോക്കിയാലോ. നമുക്ക് ഇവിടുത്തെ IR കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ന്യൂട്രലി എർത്ത് IR വാല്യൂ ആണ്. വാല്യൂസിൽ ചെറിയൊരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. 0.15 മെഗോംസേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ.
അതൊന്ന് ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്യണം. അത് കുഴപ്പമില്ല. ഇനി ഇവിടെ ഉള്ളൊരു കേസ് എന്ന് വെച്ചാലേ, ഇപ്പോൾ നമ്മൾ IR ബന്ധപ്പെട്ടുള്ളതെന്ന് നോക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് എക്യുപ്മെൻറ്റ് ലീക്കേജ് ഉണ്ടാകുന്നുള്ള സംഭവം നോക്കണം. ടോട്ടലായിട്ട് ഏതെങ്കിലും സാധനങ്ങൾ റൺ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നുള്ളത് നോക്കണം. ന്യൂട്രൽ വോൾട്ടേജിൽ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ന്യൂട്രൽ വോൾട്ടേജിൽ നിന്ന് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ അതും കൂടി നോക്കിയാലേ ബാക്കി പരിപാടികൾ സെറ്റാക്കും. അത് അയക്കാം. അല്ല, ഇതിപ്പോൾ അയച്ചു. RCCB ആദ്യം അയച്ചെടുക്കാം. കാഴ്ചയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാഴ്ചയിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ഇനി ഒന്ന് മടുത്ത് നോക്കി. എങ്ങനെയുണ്ട്? പോണല്ലേ? ഇതൊരു സ്റ്റാൻഡേർഡിൻ്റെ RCB ആണ്. നമുക്ക് ഓൺ ഓഫ് ചെയ്യുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് കാണിക്കണില്ല. പക്ഷേ ഈ സാധനത്തിന് ഈ ഒരു പോളിലൊരു കരിഞ്ഞ സംഭവം നമ്മൾ അഴിച്ച സമയത്ത് ഞാൻ കാണിച്ചത്, കരിഞ്ഞ പോലത്തെ ഒരു ഫീൽ. അത് പ്രോപ്പറാണെന്ന് നമുക്കിനി പറയാൻ പറ്റില്ല. കാരണം നല്ല പുകഞ്ഞ മണം അതിൻ്റെ അകത്തുള്ള കോണ്ടാക്ട്സിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് അയച്ചു നോക്കാം. എന്തായാലും വേറെ വെക്കാണ്ട് മാർഗ്ഗമില്ല. വേറെ വെക്കുക തന്നെ. ഈ സ്മെല്ലുള്ള സാഹചര്യത്തിൽ ചാർജ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ആർക്കിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ വരും. ഇവിടെ ഇത് നമ്മൾ അഴിക്കുന്ന സമയത്ത് കാണുന്നൊരു ബൈപ്പാസ് സാഹചര്യം കേട്ടോ. ഇത് കാണിക്കേണ്ട കാര്യമില്ല, പക്ഷേ നമ്മൾ ചെയ്താണെന്ന് കരുതും. പക്ഷേ ഇത് കണ്ട, ഇതാണ് ഇതിൻ്റെ പരിപാടി. 1 2 3 ബൈപ്പാസ് ചെയ്തിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ കേബിളുകൾ പോലും പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്തിട്ടില്ല. ഇതിൽ നിങ്ങൾക്കൊരു സംശയം വരാം, നമ്മളായിട്ട് ചെയ്താണെന്നുള്ളത്. അതിൻ്റെ കാര്യം നമുക്കില്ല അങ്ങനെ കാണിക്കേണ്ടത്. പക്ഷെ ഇതാണ്, എന്താ പറയുക, ഒന്നും പറയാനില്ല. നോട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത് അതൊന്നും അത് കുഴപ്പമില്ല നോക്കാം. ബാക്കി 3 ഫേസുകളും ആ ഒരു പരുവാണ്. അഴിക്ക്. അതായത് നമുക്ക് RCCB ABB-യുടെ കിട്ടിയേക്കണേ. നല്ല സാധനം തന്നെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കിയോ. അതേപോലെ തന്നെ അതിനകത്ത് ഇത് നമ്മുടെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് കേട്ടോ. ഇതൊരു അലക്കുലത്ത് പരിപാടിയായി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് സർക്യൂട്ടിൻ്റെ സെക്ഷനിൽ നിന്നാണ് നമുക്ക് ട്രിപ്പിങ് കാര്യങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലീക്കേജ് ടെസ്റ്റ് ചെയ്തെടുത്താലേ പറ്റുള്ളൂ. കുറച്ച് ആൾക്കാർ ക്ഷീണിതരായിട്ട് ഇരിപ്പുണ്ട്. രാവിലെ വരെ തുടങ്ങിയതാണ്. ഇന്നലെ നമ്മൾ എത്ര മണിക്കൂറാണ് അന്വേഷിച്ച് കൊടുത്തത്? 2 മണിക്കൂറാണ് 3 മണിക്കൂറാണ് പണി തീർക്കാൻ. 3 മണിക്കൂർ കൊണ്ട് പണി തീർന്ന് വീട്ടിൽ പോയി. ഇന്ന് ഇങ്ങോട്ട് നോക്കിയേ, മണി 6:10. 10 മണിക്ക് കയറിയതാണ്. 8 മണിക്കൂറായിട്ടുണ്ട്. തപ്പി കിട്ടിയ സാധനം എന്താ ഇവിടെയാണ്. ഇതും ഒരു ഫാൻ്റെ കേസാണ്. ബോഡിയിൽ ഇടക്കിടക്ക് ട്രിപ്പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഇതേ അടുത്ത വേറെ കണ്ടോ. നോർമലി ഇങ്ങനെയുള്ള കേസിലൊന്നും പെട്ടെന്ന് ട്രിപ്പ് ആകാറില്ല ഞാൻ ബോഡി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ എൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ഷാക്കിൾ സെറ്റ് ഉണ്ട്, അതിൻ്റെ IR വല്യൊക്കെ പോയിരിക്കും. അതായത് ഇവിടെ നിന്ന് ഹുക്കിലോട്ടുള്ളത് ഇങ്ങനെ ഒരു കോണ്ടാക്ട് ഈ സാധനത്തെ വരികയും അത് ഈ ഫാൻ കറങ്ങുന്ന സമയത്ത് ഇതിവിടെ ഒരേയും ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് ലീക്കേജ് ഉണ്ടാവും. അതാണ് ഓക്കെ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം ഇപ്പോൾ അരമണിക്കൂർ ആകുമ്പോൾ ട്രിപ്പിംഗ് ആയിട്ടില്ല. ഇതിൻ്റെ പുറകെ കുറേ ഫാൻ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, ഡൗട്ട് തോന്നിയിട്ട്. ഇവിടെ നമ്മളിത് ചെക്ക് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയധികം ഫാനുകൾ നമുക്ക് കട്ട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അതായത് സിറ്റ് ഔട്ട് മുതൽ ഇങ്ങനെ ഹാള് തുടങ്ങി ഒത്തിരിയധികം റൂംസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് കട്ട് ചെയ്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് ചെക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ AC ആയിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്താണ് ട്രിപ്പിംഗ് തുടങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ AC ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടി വന്നു. ഇത് അവർ വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള കുഴപ്പമൊന്നുമല്ല. അവർ വർക്ക് ചെയ്യാൻ വന്നു, ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് ഈ ഫാനിനൊരു കംപ്ലൈൻറ്റ് സംഭവിച്ചു എന്നുള്ളതാണ്. അല്ലാണ്ട് അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ അത് ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നി. അതുകൊണ്ട് അവർ RCCBയെ ബൈപ്പാസ് ചെയ്ത് വെച്ചിട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു സംഭവം. അപ്പോൾ എല്ലാ റൂമുകളിലെയും ഫാനും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് RCCB വെച്ചിട്ടുണ്ട്, ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇൻവെർട്ടർ ബാക്കപ്പ് ആണ് കേട്ടോ. ഇതിനാണ് ഇൻവെർട്ടറിൻ്റെ. അതുപോലെ ലൈറ്റ് പോയിട്ടുണ്ട്. ഇൻവെർട്ടർ ബാക്കപ്പ് വരും. ഓക്കെ,
അപ്പം അതിൻ്റെ ഡൗട്ട് കാണും, അത് ക്ലിയർ ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പവർ സെക്ഷൻ വർക്ക് ചെയ്യും. സ്വിച്ച് ഓണാണ്. ഇപ്പോൾ നമ്മൾ RCCB ഓൺ ആയിട്ടുള്ള സാഹചര്യത്തിൽ നേരത്തെ സപ്ലൈ ഇല്ലാതിരുന്ന പവർ സോക്കറ്റിലേക്ക് സപ്ലൈ വന്നിട്ടുള്ളത് കാണാൻ പറ്റും. വാട്ടർ ഹീറ്ററിൻ്റെ പോയിന്റിലേക്ക് സപ്ലൈ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇൻവെർട്ടർ പുതിയ ഉദാഹരണം സെറ്റ് ചെയ്താണ്. അതിവിടെ ഗ്രൗണ്ടിലാണ് വെച്ചിരിക്കുന്നത്. ഈർപ്പമുള്ള ഒരു സ്ഥലത്തും നമ്മളൊരു ഇലക്ട്രിക്കൽ ഡിവൈസും ഇതേപോലെ വെക്കാൻ പാടില്ല. ഇതിനൊരു സ്റ്റാൻഡൊക്കെ അടിച്ചിട്ട് വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇതുകൂടി മാറ്റി ചെയ്യാനുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ബോർഡ് കാര്യങ്ങൾക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പോൾ നമ്മുടെ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. കാരണം ഇന്നലെ ഒരു 6:30 നമുക്ക് ഫുള്ളായിട്ട് വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്താണ് RCB വെച്ചിട്ട് ചാർജ് ചെയ്തിട്ടുള്ളത്. നമ്മളെ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ടൈം വരെ ഇന്ന് രണ്ടാമത്തെ ദിവസമുണ്ട്. രണ്ടാമത്തെ ദിവസം ഇന്ന് മോർണിംഗ് ടൈം 8 ആകുന്നു. ഇതുവരെ പിന്നെ ട്രിപ്പിങ്ങായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതേപോലെ തന്നെ ഫുൾ ലോഡിലാണ് ഇന്നലെ നമ്മൾ ഓടിച്ചേക്കണം. കാരണം പൂർണ്ണമായിട്ടും ചെക്ക് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ AC-കളും വാട്ടർ ഹീറ്റർ അട്ടാക്കാൻ സകല സാധനങ്ങളും ഫുൾ ലോഡിൽ ഓടിച്ചുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെ തന്നെ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞേക്കണം. അതുകൊണ്ട് ഫുൾ ലോഡിൽ, കാരണം വരുന്നവരെല്ലാം ഫുൾ ഓൺ ആക്കി ഇടുന്ന ഒരു സെറ്റപ്പിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫുൾ ലോഡിൽ ഓടിക്കുമ്പോഴും ഒരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഓടിച്ചിട്ടുണ്ട്. ഇത്രയും സമയം ഏകദേശം 12 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ട്രിപ്പിംഗ് ഉണ്ടായിട്ടില്ല. ഉറപ്പാണ് വേറെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇന്നലെ കുറച്ച് കുടുങ്ങിപ്പോയി. കാരണം വെച്ചാൽ അത്രയും സമയം, കഴിഞ്ഞ ദിവസം നമ്മൾ 3 മണിക്കൂർ എടുത്തതെങ്കിൽ ഇന്നലെ എടുത്തത് ഒത്തിരി അധികം സമയമാണ്. കാരണം വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് IR വാല്യൂവിൽ കിട്ടൂല. അതേപോലെ തന്നെ ലീക്കേജ് കിലോമീറ്റർ കിട്ടൂല. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇത് റൺ ചെയ്യുന്ന സമയത്ത് മാത്രം സംഭവിക്കുന്ന ട്രിപ്പിംഗ് ആണ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയെടുക്കാനായിട്ട് ഒത്തിരി സമയം കൂടി എടുക്കും. അപ്പോൾ എന്തായാലും സാറ് പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ എർത്ത് റെസിസ്റ്റൻസ് വാല്യൂസ് കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. SPD വെക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് എർത്ത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം അതുകൂടി നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഫ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് HRC ഫ്യൂസ് ഇട്ട് കഴിഞ്ഞാൽ പോകുമെന്നും പറഞ്ഞിട്ട് പല ആൾക്കാരും പല രീതിയിലും പറയാറുണ്ട്. ഞാൻ കാണിച്ചു തരാം. കാരണം ഒരു 1.5 കൊല്ലം മുമ്പായിരിക്കും ഞാൻ ഈ വീഡിയോസ് ചെയ്തിരുന്നത്. ഇതിന് മുമ്പ് ഞാനിവിടെ HRC ഫ്യൂസും കാര്യങ്ങളൊക്കെ വെക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഫ്യൂസ് ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ബാ. മുമ്പ് ഞാനിത് സെറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കാരണം ഫ്യൂസ് കണ്ടിന്യൂസ് കത്തിപ്പോകുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളിവിടെ വന്ന് ഇതിന്റെ കാര്യങ്ങളൊക്കെ മാറ്റി. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും. നോക്കുക, പുറകെയുള്ള വീഡിയോസ് നോക്കിയാലറിയാം. ഞാൻ മെൻഷൻ ചെയ്തേക്കാം, ഒന്ന് നോക്കുക. ഇവിടെ നമ്മൾ HRC ഫ്യൂസ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ടേ. ഇതിലൊന്നും തൊട്ടാ ഷോക്കും കാര്യങ്ങളൊന്നും അടിക്കണില്ല. വളരെ പറയും ഈർപ്പുണ്ട്, ഷോക്ക് അടിക്കുക, അങ്ങനെയാണ്. ഇവിടെ ഒരു കുഴപ്പമില്ല. അതേപോലെ തന്നെ അതിനുശേഷം ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ള ഫ്യൂസാണ്. HRC ഫ്യൂസ് 3 നമ്മൾ സ്പെയർ മേടിച്ചിട്ട് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇട്ടോളാൻ പറഞ്ഞു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ബൈ.